എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം. വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. ഇന്ന് ഒരു ചെറിയ പാചകമാണ്. പാചകം തുടങ്ങാൻ പോയപ്പോഴത്തേക്കാണ് ഞാൻ ഒത്തയ്യോ എന്നാൽ അത് വീഡിയോ ആക്കിയേക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇതാ കാണുന്ന പോലെ തന്നെ ഒരു ചെറിയ കോളിഫ്ലവർ ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊരു റോസ്റ്റ് ആക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ചെറുതാക്കി ഇതുപോലെ ചെറിയ ചെറിയ പൂക്കളാക്കി അടർത്തി ഉപ്പും മഞ്ഞളും ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുവാണ്. ഇത് അടർത്തിയെടുത്തപ്പോൾ തന്നെ 1-2 കുഞ്ഞു പുഴുക്കളെ ഞാൻ കണ്ടു. അപ്പോൾ ഇനിയും പുഴുക്കൾ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ തിളച്ചൊന്ന് ഇതായി വരുമ്പോൾ അതിനകത്തുള്ള പുഴുക്കളെല്ലാം പൊക്കോളൂ. എന്നിട്ട് നമുക്ക് നല്ല വെള്ളത്തിൽ ഒരു 5-6 പ്രാവശ്യം വൃത്തിയായിട്ട് കഴുകി അതിൻ്റെ പൂവിൻ്റെ ഇടയിലൊക്കെ പുഴുക്കളൊക്കെ ചത്തിരിപ്പോണ്ടൊക്കെ നോക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. കോളിഫ്ലവർ ഉപ്പും മഞ്ഞളും ഇട്ട് നന്നായിട്ട് വേവിച്ച് കഴിഞ്ഞ് അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി ഒരു 5-6 പ്രാവശ്യം വൃത്തിയായിട്ട് പച്ചവെള്ളത്തിൽ കഴുകി പുഴുവൊക്കെ ഉണ്ടോ എന്ന് നോക്കി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണിത്. ഇത് അതിന് വേണ്ട ബാക്കി സാധനം ഒരു സവാള ഇതുപോലെ ചെറിയ ചെറിയ സ്ക്വയർ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി ഇതിനകത്ത് വേണ്ടത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, വെളിച്ചെണ്ണ, ഉപ്പ്, ഇത്രയും സാധനം ഇട്ടിട്ടാണ് നമ്മൾ റോസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇനി അത് പാചകം ചെയ്യാൻ തുടങ്ങാം. ഞാനിവിടെ കൊച്ചുരുളി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ. അത് കഴിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. എന്നിട്ട് നമുക്ക് സവോളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഈ സമയം നമ്മൾ അരിഞ്ഞു വെച്ച സവോളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളി പെട്ടെന്നൊന്ന് വാടാൻ വേണ്ടി ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉള്ളിക്ക് ആവശ്യമായ ഉപ്പും ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം. അത്യാവശ്യം ഒന്ന് വാടി വരട്ടെ. സവോളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ ചിക്കൻ മസാല ഇതാണ് ചേർക്കുന്നത്. ഇത് പൊടിച്ചതല്ല, നമ്മൾ മേടിച്ച ചിക്കൻ മസാലയാണ്. അപ്പോൾ ഇതുകൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് കോളിഫ്ലവർ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ഇളക്കി യോജിപ്പിച്ചിട്ട് കാണാം. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ച കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വെന്തത് കൊണ്ട് തന്നെ പൊടിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഇളക്കി ഈ മസാലയൊക്കെ ഇതിൽ പിടിപ്പിക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കാണാം. കോളിഫ്ലവർ മസാലയായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക ഒരടപ്പുകൊണ്ട്. കോളിഫ്ലവർ റോസ്റ്റിൻ്റെ അടപ്പൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതങ്ങനെ മസാലയൊക്കെ പിടിച്ച് വരുവാണ്. ഈ സമയം നമുക്ക് ലാസ്റ്റായിട്ട് ഒരു 1/4 സ്പൂൺ പെരുംജീരകം, അതേപോലെ തന്നെ 1/4 സ്പൂൺ കുരുമുളകും കൂടെ ചതച്ചതാണിത്. ഇതുകൂടെ ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കണം.
കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കാണാം. പെരുംജീരകപ്പൊടിയും കുരുമുളക് പൊടിയും കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിച്ചിട്ടുണ്ട്. ഉപ്പ് ഇത്തിരി കുറവായിരുന്നു, ഞാൻ ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ പെരുംജീരകത്തിൻ്റെയും കുരുമുളകത്തിൻ്റെയും ആ ഒരു ഫ്ലേവറും ഒക്കെ കൂടെ ഇതിനകത്തൊന്ന് പിടിച്ച് വരണം. ഇനി നമുക്ക് അടച്ച് വെക്കേണ്ട കാര്യമില്ല, തുറന്നിരുന്ന് തന്നെ ഒന്നുകൂടെ ഒന്ന് റോസ്റ്റായി വരണം. നമുക്ക് ഈ വളരെ സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്. നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ടൊക്കെ കാണാം. അങ്ങനെ എൻ്റെ കോളിഫ്ലവർ റോസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല മണമൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ ഒരു പ്ലേറ്റിലൊക്കെ എടുത്തിട്ട് കാണാം. അങ്ങനെ നല്ല രുചിയുള്ള കോളിഫ്ലവർ റോസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. കോളിഫ്ലവർ റോസ്റ്റൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, എന്നാലും ഞാനിവിടെ വീട്ടിൽ തയ്യാറാക്കിയപ്പോൾ എൻ്റെ കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്തതന്നേ ഉള്ളൂ. ഇത് പലഹാരത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ ഒരു സൈഡായിട്ട് കഴിക്കാൻ സൂപ്പറാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. ഈ പാചകം, എൻ്റേതായിട്ടുള്ള ഈ പാചകം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ചാനലൊക്കെ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.